ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആമസോണിൽ നിന്ന് ബിൽഡ്സ്കിൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ചെറിയൊരു പെയിന്റിംഗ് മെഷീൻ വാങ്ങി. അപ്പോൾ ഇതിന്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് അതിന്റെ മാനുവൽ ഉണ്ട്. പിന്നെ മെഷീൻ വരുന്നത് 2 പീസായിട്ടാണ്. ഇത് 800 മില്ലിയുടെ ഒരു കണ്ടെയ്നർ ആണ്. മെഷീൻ കവറിൽ നിന്ന് പുറത്തെടുത്തു. ഇതാണ് ഈ മെഷീന്റെ മോട്ടറൊക്കെ കൂടി വരുന്ന മെയിൻ യൂണിറ്റ്. ഇത് നോസിലാണ്. ഇതിലാണ് പെയിന്റ് ഒക്കെ ഒഴിക്കുന്ന കണ്ടെയ്നർ ഫിറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇതിൽ തന്നെയാണ് എല്ലാവിധ അഡ്ജസ്റ്റ്മെന്റ്സും വരുന്നത്. അടുത്തതായിട്ട് കുറച്ച് പെയിന്റും തിന്നറും കൂടെ കണ്ടെയ്നറിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കാൻ പോവുകയാണ്. മിക്സ് ചെയ്തെടുത്തു. ഇനി കണ്ടെയ്നർ നമുക്ക് മെഷീനിലേക്ക് ഫിറ്റ് ചെയ്യാം. ഇനി മെഷീന്റെ സെറ്റിംഗ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ജോഗ് വീൽ എന്ന് എഴുതിയിരിക്കുന്ന ഒരു വീല് കണ്ടോ? ഈ വീലിലാണ് പെയിന്റ് പുറത്തേക്ക് വരുന്നതിന്റെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഓവൽ ഷേപ്പിലാണ് കിടക്കുന്നത്. പിന്നെ റൗണ്ട് ഷേപ്പ്, അങ്ങനെ 2 ഷേപ്പാണുള്ളത്. ഇനി നമുക്കിതിനെ റൗണ്ട് ഷേപ്പിലേക്ക് ആക്കാം. ഈ ഓവൽ ഷേപ്പ് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. ഓവൽ ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ട്രിഗറിൽ പ്രസ് ചെയ്യുമ്പോഴാണ് മെഷീൻ ഓൺ ആവുന്നതും പെയിന്റ് പുറത്തേക്ക് വരുന്നതും. ഈ ട്രിഗറിലുള്ള നോബ് അഡ്ജസ്റ്റ് ചെയ്ത് പെയിന്റ് എത്ര അളവിൽ പുറത്തേക്ക് വരണമെന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് ഈ ട്രിഗർ പ്രസ് ചെയ്താൽ ഓവർ ക്വാണ്ടിറ്റി പെയിന്റ് പുറത്തേക്ക് വരും. അപ്പോൾ അതിനെ തടയുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് പെയിന്റിങ് കഴിഞ്ഞതിന് ശേഷമുള്ള ക്ലീനിങ് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടെയ്നർ അഴിച്ചെടുത്തതിന് ശേഷം കുറച്ച് തിന്നർ ഒഴിക്കുക. പിന്നെ വീണ്ടും അതുപോലെ തന്നെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. ഈ ഷെയ്ക്ക് ചെയ്യുന്നത് ഇതിനകത്തുള്ള പെയിൻ്റൊക്കെ ഒന്ന് ഇളകി പോരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം മെഷീൻ ഓണാക്കി തിന്നർ പുറത്തേക്ക് കളയുക. അപ്പോൾ അതിനകത്തുള്ള ട്യൂബിലും നോസിലും ഒക്കെ ഉള്ള പെയിൻറ്റ് ഒരുവിധം പുറത്തേക്ക് പോകും. ഇതുപോലെ തിന്നർ ഒഴിച്ച് 2-3 പ്രാവശ്യം സ്പ്രേ ചെയ്ത് കളയുക. ഇപ്പോൾ ഈ കണ്ടെയ്നറും അതിനകത്ത് വരുന്ന ട്യൂബൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നോസിലിന്റെ ഭാഗവും കൂടെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. തിന്നർ ഒഴിച്ച കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അങ്ങനെ മെഷീന്റെ ക്ലീനിങ് കഴിഞ്ഞു.
ഈ ലോക്കിൽ പ്രസ് ചെയ്തിട്ടൊന്ന് തിരിച്ചാലും മെഷീൻ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. തിരിച്ച് ഫിറ്റ് ചെയ്യാൻ മെഷീൻ ഇതുപോലെ വെച്ചിട്ട് നമ്മളിപ്പം തിരിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊന്ന് തിരിച്ചാൽ മതി. അപ്പോൾ ലോക്ക് ആയിക്കോളും. മെഷീൻ ക്ലീൻ ചെയ്യാൻ സമയത്തൊക്കെ ഇത് നമുക്ക് വളരെ ഉപകാരപ്പെടും. ഇനി നമ്മൾ ഈ മെഷീൻ വെച്ച് വെള്ളം ചേർത്തടിക്കാവുന്ന എമർഷൻ ഒന്ന് അടിച്ചു നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പെയിന്റ് അടിച്ചത്. അടുത്തായിട്ട് നമ്മൾ ഈ സ്റ്റീൽ അലമാരയ്ക്കാണ് പെയിന്റ് അടിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഈ അലമാരയുടെ പെയിന്റ് അടിച്ചു കഴിഞ്ഞു. ഈ മെഷീനെ പറ്റി പറയുകയാണെങ്കിൽ മെഷീൻ ഒരു കുറച്ച് നേരം പെയിന്റ് അടിച്ച് കഴിയുമ്പോൾ നല്ലതുപോലെ ചൂടാവുന്നുണ്ട്. പിന്നെ വാഹനങ്ങൾക്കൊക്കെ പെയിന്റ് അടിക്കുന്ന അത്രയൊന്നും പെർഫെക്ഷൻ കിട്ടത്തില്ല. അതിൻ്റെയൊക്കെ കുറച്ച് താഴെ പ്രതീക്ഷിച്ചാൽ മതി. ഇതൊരെണ്ണം ഉണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടക്കും. ഇത് നമ്മൾ പെയിന്റ് അടിച്ച വേറൊരു അലമാരയാണ്. ഇത് സെയിം കളർ ആയിരുന്നത് കൊണ്ട് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. നമ്മൾ മെഷീൻ ഈ ഒരു പൊസിഷനിൽ വെച്ചാണ് പെയിന്റ് അടിക്കുന്നതെങ്കിൽ ഈ ഒരു ട്യൂബ് ഈ ഒരു പൊസിഷനിൽ തന്നെ വെക്കുക. ഇനി അതങ്ങനെയല്ല, ഈ ഒരു പൊസിഷനിലാണെങ്കിൽ ഈ ട്യൂബ് ഈ പൊസിഷനിൽ വെക്കുക. ഇല്ലെങ്കിൽ പെയിൻറ്റ് ഈ ബോട്ടിലിൽ തീരാറാകുമ്പോൾ ഈ ഓസിലൂടെ കയറി ചെല്ലാതെ വരും. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ മോട്ടർ ഇവിടുന്ന് എയർ വലിച്ചെടുത്ത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ട്രിഗർ പ്രസ് ചെയ്യുമ്പം ഇവിടെ 2 ഹോൾ കാണുന്നുണ്ടോ? ഈ ഒരു ഹോളിൽ കൂടെ കുറച്ച് എയർ മാത്രം ഈ ബോട്ടിലേക്ക് വരികയും ഇതിനകത്തുള്ള പെയിൻറ്റ് മുകളിലേക്ക് ഈ ഒരു ഹോളുണ്ടോ, ഈ ഹോളിലൂടെ എന്ന് പറഞ്ഞാൽ ഈ ട്യൂബിലൂടെ മുകളിലേക്ക് കയറിപ്പോവും. അങ്ങനെ കയറിപ്പോകുന്ന പെയിൻറ്റും അവിടെ നിന്ന് വരുന്ന എയറും കൂടെ മിക്സായിട്ട് ഈ നോസലിലൂടെ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. പെയിൻറ്റ് വരുന്നത് ഇതിലാണ് കേട്ടോ, എയർ വരുന്നത് ഇതിലാണ്. 16 ആംപിയറിൻ്റെ ഒരു 2 പിൻ പ്ലഗ് ആണ് ഇതിൽ വരുന്നത്. ഇത് ഈ മെഷീൻ്റെ കൂടെ കിട്ടുന്ന ഫണൽ പോലുള്ള ഒരു സാധനമാണ്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഡയലൂട്ട് ചെയ്യുന്ന പെയിൻറ്റിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ വിസ്കോസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കമ്പനി തരുന്ന ഈ കാറ്റലോഗിൽ ഓരോ ടൈപ്പിലുള്ള പെയിൻറ്റും അതിൻ്റെ റൺ ഔട്ട് ടൈമും പറയുന്നുണ്ട്. ഓയിൽ ഇനാമൽ ആണെങ്കിൽ 25 to 60 സെക്കൻഡും ഓയിൽ ബേസ്ഡ് പ്രൈമർ ആണെങ്കിൽ 30 to 60 സെക്കൻഡുമാണ്. അതുപോലെ തന്നെ താഴേക്ക് നമുക്ക് കാണാം.
നമ്മൾ ഈ ഫണലിൻ്റെ അടിഭാഗം കൈ ഉപയോഗിച്ച് അടച്ചു പിടിക്കുക. അതിനുശേഷം നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത പെയിൻറ് ഇതിലേക്ക് ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു ടൈമർ സെറ്റ് ചെയ്തതിന് ശേഷം ഈ വിരൽ ഇവിടെ നിന്ന് എടുക്കുക. അപ്പോൾ ഇതിനകത്തുള്ള പെയിൻറ് മൊത്തം ഡ്രൈൻ ഔട്ട് ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയമാണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഓയിൽ ഇനാമൽ ആണെങ്കിൽ 25 to 60 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഇതിനകത്തുനിന്ന് ഡ്രൈൻ ഔട്ട് ആവണം. ആ സമയത്തിൽ കൂടാനോ കുറയാനോ പാടില്ല. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെയിൻറ്റിൻ്റെ കട്ടി കൂടാനോ കുറയാനോ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പെയിൻറ് സ്പ്രേ ചെയ്യുന്ന സമയത്ത് നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.